നെട്ടൂർ പി ദാമോദരന്റെ ലേഖന സമാഹാരം മന്ത്രി പ്രകാശനം ചെയ്തു. ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ വികസന കാര്യങ്ങളിൽ ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തിയ രാഷ്ട്രീയ നേതാവായിരുന്നു നെട്ടൂർ പി ദാമോദരനെന്ന് മന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് അഭിപ്രായപ്പെട്ടു. തലശ്ശേരി റെയിൽപാത ഉൾപ്പെടെ നിരവധി വികസന സ്വപ്നങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചു. രാഷ്ട്രീയമായ വ്യത്യസ്ത നിലപാടുള്ളവരോട് പോലും വ്യക്തിബന്ധങ്ങൾ സൂക്ഷിച്ചു. ആദ്യ ലോക്സഭയിലെ അംഗം, പ്രഗത്ഭനായ പാർലമെന്റേറിയൻ, പത്രപ്രവർത്തകൻ, സാമൂഹ്യ പരിഷ്കർത്താവ് എന്നീ നിലകളിലുള്ള വലിയ സംഭാവനകൾ നൽകിയ നെട്ടൂർ പി ദാമോദരന്റെ ലേഖന സമാഹാരം സ്വാതന്ത്ര്യദിനത്തിൽ പ്രകാശനം ചെയ്യപ്പെടുന്നു എന്നത് വളരെ പ്രസക്തമായ കാര്യമാണ്. മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. സമയം ബുക്സ് പ്രസിദ്ധീകരിച്ച നെട്ടൂർ പി ദാമോദരന്റെ ലേഖന സമാഹാരം പ്രകാശനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ രാജ്യത്തിന്റെ മഹത്തായ സ്വാതന്ത്ര്യത്തിന്റെ ദിനമാണ് 80-ാം ദിനം, 79ാമത് വാർഷിക ദിനം. അതിന്റെ വ്യത്യസ്തങ്ങളായ പരിപാടികളിൽ സംബന്ധിച്ചുകൊണ്ടാണ് നമ്മളെല്ലാവരും ഈ പരിപാടിയിലും സംബന്ധിക്കുന്നു. രാവിലെ കളക്ടറേറ്റ് മൈതാനിയിൽ പതാക ഉയർത്താനും പിന്നീട് DCC ഓഫീസിൽ പതാക ഉയർത്താനും എനിക്കും സാധിച്ചു. മറ്റു പരിപാടികളിലുമെല്ലാം സാധിച്ചു, സംബന്ധിക്കുന്നതിന് സാധിച്ചു. പക്ഷെ ഇവിടെ നെട്ടൂർ പി ദാമോദരന്റെ സുചിന്തിത ലേഖനങ്ങൾ എന്ന ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ഇന്നത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികളിൽ ഏറ്റവും മഹത്വപൂർണമാണ് എന്ന് ഞാൻ അഭിപ്രായപ്പെടുകയാണ്. കാരണം അദ്ദേഹം, നമ്മൾക്കെല്ലാവർക്കും അറിയാം, സ്വാതന്ത്ര്യ ദിന ചിന്തകളിൽ നമ്മളെല്ലാവരും പറയുന്ന ഒരു വാക്ക്, അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ സ്വാതന്ത്ര്യ സമര സേനാനികളെ ആദരിക്കുന്നു, അവർക്ക് നമ്മളുടെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ എല്ലാ ദിനങ്ങളും ആഘോഷിക്കുന്നത് എങ്കിൽ നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യ സമ്പാദനത്തിന്റെ ശക്തമായ സമരമുഖങ്ങളിൽ ഏറ്റവും ശക്തമായി നേതൃത്വം നൽകി ജയിൽവാസം അനുഷ്ഠിച്ച പ്രമുഖനായ സ്വാതന്ത്ര്യ സമര സേനാനികളിൽ ഒരാളാണ് ശ്രീ നെട്ടൂർ പി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ ഞാനും കേരള സർക്കാരിന് വേണ്ടി ശിരസ് നമിക്കുന്നു, ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നന്ദിയോടെ അദ്ദേഹത്തെ ഓർമ്മിക്കുകയാണ്. മക്കളെല്ലാവരും കണ്ണൂർ ജവഹർ ലൈബ്രറി ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ് അധ്യക്ഷനായി. സുരേഷ് ബാബു എളയാവൂർ പുസ്തകം ഏറ്റുവാങ്ങി. മുകുന്ദൻ മഠത്തിൽ, സി സുനിൽകുമാർ, TKD മുഴപ്പിലങ്ങാട്, ഹീര നെട്ടൂർ, പ്രദീപ് നെട്ടൂർ, പ്രകാശ് വാടിക്കൽ, ബാലകൃഷ്ണൻ കൊയ്യാൽ എന്നിവർ സംസാരിച്ചു. വടക്കൻ വാർത്തകൾക്ക് വേണ്ടി കണ്ണൂരിൽ നിന്നും T ബാബു, പഴയങ്ങാടി. ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്. പ്രകൃതിയുടെ മടിത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ്. ഉഴിച്ചിൽ, കിഴികൾ, ധാര, വസ്തി, നസ്യം, പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം. മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ. വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. കൃത്യതയാർന്ന പരിചരണം. പ്രകൃതിദത്ത ഭക്ഷണം. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ.